ജാതി വിവേചനം ഒഴിവാക്കി വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വിളക്കെഴുന്നള്ളിപ്പ് ചടങ്ങ് നടന്നു. വ്രതം നോറ്റു വരുന്ന എല്ലാ ഭക്തർക്കും വിളക്കെഴുന്നള്ളിപ്പിൽ അവസരം നൽകാൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷവേളയിലാണ് മറ്റൊരു ജാതി വിവേചനം കൂടി തുടച്ചു നീക്കിയത്. 12 വർഷത്തിലൊരിക്കൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങാണ് വടക്കും പുറത്തുപാട്ട്. ഇതിന്റെ ഭാഗമായി നടന്നു വന്നിരുന്ന വിളക്കെഴുന്നള്ളിപ്പിൽ ഭാഗമാകാൻ മുൻവർഷം വരെ ഓരോ ദിവസവും ഓരോ ജാതി വിഭാഗത്തിനായി നീക്കിവെച്ചിരുന്നു. ഈ വർഷം മുതൽ ആ വിവേചനമാണ് ഒഴിവാക്കിയത്. വ്രതം നോറ്റുവന്ന ഭക്തർ ജാതിക്കതീതമായി വിളക്കെഴുന്നള്ളിപ്പിൽ പങ്കെടുത്തു. അങ്ങനെ നൂറ്റാണ്ടുകളായി തുടർന്നു വന്ന വിവേചനമാണ് ഇത്തവണ ഒഴിവായത്. സാമൂഹിക മാറ്റത്തിന്റെ പുതിയ വിളക്കെടുപ്പായി എഴുന്നള്ളിപ്പ് മാറി. എതിരേൽപ്പ് ചടങ്ങ് എന്ന് പറയുന്നത് ദേവിയുടെ മൂലസ്ഥാനമെന്ന് കരുതുന്ന കൊച്ചാലിൻചോട്ടിൽ നിന്നും കുത്തുവിളക്കെടുത്ത സ്ത്രീകൾ, വ്രതമെടുത്ത് കുത്തുവിളക്കെടുത്ത സ്ത്രീകൾ ക്ഷേത്രത്തിലേക്ക് എതിരേറ്റ് കൊണ്ടുപോകുന്ന ചടങ്ങാണ്. ഈ ചടങ്ങ് ദേവി രൂപം ആനപ്പുറത്ത് എഴുന്നള്ളിക്കുകയാണ് ക്ഷേത്രത്തിലേക്ക് നടക്കുന്നത്. വൈക്കം ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലെ കൊച്ചാലും ചുവട് സന്നിധിയിൽ നിന്നും കൊടുങ്ങല്ലൂർ ഭഗവതിയെ കുത്തുവിളക്കുമായി സ്ത്രീകൾ ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്ന ചടങ്ങാണ് വിളക്കെഴുന്നള്ളിപ്പ്. ഏപ്രിൽ 13 വരെയാണ് വടക്കും പുറത്തുപാട്ട് നടക്കുക. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.